ഞാൻ ഇതൊരു വെറൈറ്റി ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഈ ഗെയിം കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇത് നമ്മുടെ ഫോർസ ഹൊറിസോൺ 5 ആണ്. ഞാൻ പിന്നെ ഇത് PC യിലല്ല കളിക്കുന്നത്, പകരം ഞാനിത് TV യിലാണ് കളിക്കുന്നത്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു GTA 5 TV കളിക്കുന്നത്. അതിൻ്റെ പോലെ തന്നെയാണ് ഞാൻ ഫോർസ ഹൊറിസോൺ 5 ഇറക്കിയത്. ഓക്കെ, ഞാൻ പിന്നെ സൂപ്പറായിട്ടോ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോൾ എല്ലാവരും വേറെ വണ്ടി കൊണ്ടുവന്നാൽ പറയും സൂപ്പറാന്ന് എല്ലാവരും പറയും. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ സൂപ്പർ കൊണ്ടുവരും. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടി എടുത്തിട്ട് ജംപ് ടെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു റേസിന് കയറാം. ഓക്കെ, ഞാൻ പിന്നെ ഇത് TV യിലാണ് കളിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു റിമോട്ടിനെ കുറച്ച് എൻ്റെ ഗെയിമിംഗ് റിമോട്ട്. ആ റിമോട്ട് വെച്ചാണ് ഞാൻ കളിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ വണ്ടി എടുത്തിട്ട് നേരെ പോവാം. നമ്മുടെ വണ്ടിയുടെ സൗണ്ടിൻ്റെ ഒക്കെ കാണിക്കുന്നുണ്ട്. ബ്രേക്കൊക്കെ ഇട്ട് പടച്ചു പോകാം. പടയ്ക്കാൻ പറ്റില്ല, കാരണം ഇത് കണ്ടു ഇവിടെ ഫുള്ള് മഴയാണ്, അപ്പോൾ തെന്നിപ്പോകും വണ്ടി. ഓക്കെ, ഈ വണ്ടിയുടെ എക്സസ്റ്റ് കിടന്ന് പൊട്ടിത്തെറിക്കുക. എനിക്ക് തോന്നി ഈ ഒരു സിറ്റി തീപിടുത്തം ഉണ്ടാവും. വല്ല കാരണം പൊട്ടിത്തെറിച്ച് അങ്ങനെ പോയി. കാരണം ബാക്കിൽ നിന്ന് തീയായിരുന്നു. ആകെയുണ്ട്, ഒറിജിനൽ അല്ല. ഇത് ഫോർസ ഹൊറിസോൺ 5 എന്ന് പറയുന്ന ഗെയിമാണ്. ഓക്കെ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ? ഞാൻ ആണെങ്കിൽ പുതിയ ഗെയിമിംഗ് സെറ്റപ്പൊക്കെ ഇറക്കാൻ പോവാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, ഇച്ചിരി സൗണ്ട് കേൾപ്പിച്ചു തരാം. ഓക്കെ, സൗണ്ട് എല്ലാം വിചാരിക്കുന്നു. ഞാൻ പിന്നെ ഇത് ഫസ്റ്റ് ഗെയിം പ്ലേ ആയതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇതിനെ കുറച്ച് ഒരു സ്റ്റോറി വീഡിയോ ആയിട്ട് ചെയ്യാൻ. ഓക്കെ, ഈ വണ്ടിക്ക് പിന്നെ ഒടുക്കത്തെ സ്പീഡ് കേട്ടോ. സാധാരണ സൂപ്പർക്ക് പോലും ഇല്ലാത്ത സ്പീഡാണ് ഗെയിമിന്. ഓക്കെ, ഞാൻ അങ്ങനെ ജംപ് ടെസ്റ്റിൻ്റെ ലൊക്കേഷനിലേക്ക് പോവാണ്. നമ്മുടെ വണ്ടിയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ആ ലുക്ക് കണ്ടോ, സൂപ്പറാണ് ഗെയിമി. ബാക്കിലത്തെ ലുക്ക് ഇച്ചിരി കൂടെ നന്നായിട്ടുണ്ട്. ഫ്രണ്ടാണെങ്കിൽ അതിനെക്കൊണ്ട് ഈ ലുക്ക്. ഓക്കെ, ഞാൻ ഇപ്പം എന്തായാലും ഒരു ലൊക്കേഷനിലേക്ക് എത്തി. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഞാൻ സ്കൈലൈൻ, മറ്റേ GTA സ്കൈലൈനില്ലേ, അത് ചെയ്യാം. അപ്പോൾ ഞാൻ ഡ്രാഗ് റേസിൻ്റെ ലൊക്കേഷനിലേക്ക് എത്തി. ഈ വണ്ടി അങ്ങ് പകച്ചു വിടാം. ഓക്കെ, 3, 2, 1 ലെറ്റ്സ് ഗോ. ഒരു മിനിറ്റ്, ഇച്ചിരി കൂടെ ബാക്കപ്പ്. ഇവിടുത്തെ ഒരു ബ്രിഡ്ജ് പോലത്തെ സംഭവമുണ്ട്, അത് ചാടിക്കടക്കണം. ഓക്കെ, ഞാൻ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗിലെ കുറച്ച് മിത്തൊക്കെ ചെയ്യുന്നതായിരിക്കും. എനിക്ക് വണ്ടി ചാടിക്കാൻ കഴിച്ചു. ഓക്കെ, ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ കാണാനിരിക്കും. എൻ്റെ മോനെ ഒടുക്കത്തെ സ്പീഡ് കണ്ടിട്ട് ഡേഞ്ചർ ആയിരിക്കും തോന്നി. ഞാനിത് നേരത്തെ കളിച്ചായിരുന്നു, അതുകൊണ്ടായിരുന്നു. അയ്യോ, വണ്ടി ഡാമേജ് ചെയ്തു. വണ്ടിയുടെ ബാക്ക് ഫുള്ള് ചളങ്ങി, ഫ്രണ്ടും ചളങ്ങി, ഗ്ലാസ്സൊക്കെ പൊട്ടി വണ്ടിയുടെ. അതിലും വെള്ളം കടന്നു. ഓക്കെ, അയ്യോ, ബാക്ക് കാണുമ്പോൾ എന്താണാവോ ഭയങ്കരമായിട്ട് എന്തോ ഒരു വിഷമം പോലെ. കാരണം ഞാൻ സൂപ്പറയുടെ ഒരു ബിഗ് ഫാനാണ്, അതുകൊണ്ടാണ്. ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നത് സൂപ്പറാണ്. സെക്കൻഡാണ് GTR സ്കൈലൈനും ഒക്കെ വരുന്നത്. നമുക്കുണ്ടല്ലോ റേസിന് കയറാം. റേസിന് കയറുമ്പം ഈ ഡാമേജ് ഒക്കെ പോകും. അതിലും ഡാമേജ് കിട്ടിയാലും കുഴപ്പമില്ല, നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ആ ഡാമേജ് പോകും. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി എടുത്ത് കടച്ചു പോകും. ഇനിയിപ്പോൾ നമുക്ക് ആ റേസ് എത്തിയിട്ട് കാണാം. ഓക്കെ, ഇവിടെ ഒരു റേസ് ഉണ്ട്, ഡ്രാഗ് റേസാണ്. നമുക്കിതിലൊന്ന് കയറി നോക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ സുപ്രാനെ ഫസ്റ്റ് അടിച്ചാൽ മതി. ഒരു തുറ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ബാക്കിലുള്ളവന്മാരൊക്കെ അവന്മാരുടെ വണ്ടി മോഡിഫൈ അല്ലെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടി മോഡിഫൈ, നമ്മുടെ പോൾ ബാക്കാൻ്റെ. അതെല്ലാവർക്കും അറിയാവുന്ന MK4. നമ്മൾ ഫസ്റ്റ് ഒപ്പിച്ചോ. കണ്ടോ, അയ്യോ, നമുക്കിവിടെ വീൽ സ്ക്രീനൊക്കെ കിട്ടും.
പാർട്ട് 2 ആണെങ്കിൽ കമൻറ്റ് ചെയ്തു guys. ഞാൻ പറഞ്ഞാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, റേസിന് കൂടെ കയറിയേക്കാം. പിന്നെ ബ്ലാക്ക് സ്ക്രീൻ ആണോ ഫുൾ എവിടെ? ആ, ഇതേ വീണ്ടും മഴ വരും. ഇവിടെ മഴയാണ് നിൽക്കാത്ത ഒരു ശല്യമായി. റേസിന് കഴിയുമ്പോൾ ഫുൾ റോഡൊക്കെ നനഞ്ഞ് അപ്പടെ ഇതായി അലങ്കോലമായി. നമുക്ക് ഞാൻ ചെയ്യാം, വണ്ടി എടുത്തിട്ട് ഞാൻ റേസിൽ വിടാം. നമുക്ക് റേസിന് കയറിയിട്ട് കാണാം. ആ, റേസിന് കയറി നമ്മൾ. ഓക്കെ, റേസ് ചെയ്യാൻ പോകണം. ഓക്കെ, അടച്ചു പോകും. ഇത്തവണ നല്ല അത്യാവശ്യം നല്ല പ്ലേസ് ആണ്. മാറി നിൽക്കണം, ഞാൻ പോട്ടെ. ഓ, ഈ വണ്ടിയുടെ ടയർ വലിയ കാണാം. എനിക്ക് പിന്നെ ഈ ഒരു വണ്ടി ഓടിക്കാൻ വലിയ പാടില്ല. ഇനി ഈ വണ്ടിയുടെ ടയർ സ്ലിപ്പാവുന്നു. എനിക്കത് ആ ടയർ മാറ്റാൻ പറ്റും. ഓക്കെ, ടയർ സ്ലിപ്പാവുന്ന എന്താണോ ഭയങ്കര സ്ലിപ്പാവും. അപ്പോൾ ഇടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. എനിക്ക് പിന്നെ ആ ഗെയിമിംഗ് റിമോട്ടിൽ കളിക്കുമ്പോൾ നല്ല സുഖമായിട്ട് തോന്നുന്നു കേട്ടോ. ഓ മോനെ, ഇപ്പം തന്നെ 100 നടക്കാറായി. നമുക്കിവിടെ പ്രോഗ്രസ് ഒക്കെ ഉണ്ട്. അത് 100 നമ്മൾ കളി ജയിക്കും. ഒരുത്തൻ എന്നെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയാൽ അപ്പോഴത്തേക്ക് സ്ട്രൈറ്റ് റോഡ്. അപ്പോൾ ഞാൻ വെച്ച് ഉറപ്പിച്ചു. അല്ലെങ്കിൽ ചെറിയ വളവുണ്ട്, അത്ര വലിയ വളവൊന്നുമില്ല. ഓക്കെ ഓക്കെ, നമ്മളങ്ങനെ റേസ് കംപ്ലീറ്റ് ആക്കാനാണ്. പ്രോഗ്രസ് ഇപ്പം കൂടിയോ 90 ആയി. ഓക്കെ, നമ്മുടെ റേസ് അങ്ങനെ കംപ്ലീറ്റ് ആവാറായി. അയ്യോ, വണ്ടി ഇടിക്കുകയാണല്ലോ. ഓക്കെ, അപ്പോഴത്തേക്കും ജയിച്ചു നമ്മൾ ഫസ്റ്റ്. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ ഫസ്റ്റ് അടിച്ചേക്കാണ് കേട്ടോ. ഫസ്റ്റാണ് നമ്മളങ്ങനെ വിൻ ചെയ്തേക്കാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ സ്കൈലൈൻ പോയിട്ടാണ്. അപ്പോൾ ഇതാണ് വീഡിയോ. എല്ലാവർക്കും ഗുഡ് ബൈ.